ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര എണ്ണം വരെ പോകും? താറാവ് ഒന്നിന് ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടൻ്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഇതിന്റെ കോഴിമുട്ട ഇത് തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാം. 20 ദിവസത്തിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച, രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോ ദേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞും കൊണ്ടേയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും 20ൽ 13 മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ്. റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.